ഹായ്, വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ നിന്ന് വന്ന് സിസ്ത് ഗുസ്തിയുമായിട്ട് വന്ന കക്ഷി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ PhD ഡിഗ്രി അറിവ് മറ്റുള്ളവരിലേക്ക് ആധികാരികമായി പകർന്നു കൊടുക്കുന്നതും അവരെ മിസ്ലീഡ് ചെയ്യുന്നതുമാണ്. വേഗം വീഡിയോയിലോട്ട് പോകാം. ഗോപി എവിടെയാ? തിരക്കാണോ? നമ്മുടെ ആ മുഞ്ഞനാട്ടെ സെബാസ്റ്റ്യനെ നമ്മുടെ ചീട്ട് കളിക്കാനൊക്കെ ഇടയ്ക്ക് നമ്മുടെ റോയൽ ഇന്ത്യയിലൊക്കെ എപ്പോഴും വരുന്നല്ലേ പാർട്ടിക്കൊക്കെ. അതിപ്പം വിളിച്ചിട്ടാണോ വിളിക്കാതെയാണോ എന്നാണെങ്കിലും പുള്ളി ഏത് പാർട്ടിക്കും അവിടെ കാണാം. പുള്ളി ഇന്നലെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഒരു 60-65 ഉണ്ടാവും. നല്ല തട്ടല്ലായിരുന്നു, നല്ല കുടിയും നല്ല തീറ്റയും. പുള്ളിയെ കണ്ടു കഴിഞ്ഞതിനെ അറിയത്തില്ലേ, നല്ല വണ്ണവും. ആർക്കറിയാം, എല്ലാം കാണുമായിരിക്കും, കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കാണുമായിരുന്നായിരിക്കും. അതേ, കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു മിതത്വം പാലിക്കണം. ചുമ്മാ അത് വലിച്ചു വാരി പുള്ളിയൊക്കെ പാർട്ടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കണ്ടു കഴിഞ്ഞാൽ ആ മേശപ്പുറത്തിരിക്കുന്ന സർവർക്കും വേണ്ടി എടുത്തുകൊണ്ട് വരിക്കും തോന്നുന്നു. അതേ, അല്ലല്ല ഞാൻ അത് തന്നെ. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്നറിയാമോ, ഈ ചൈനീസുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ചായ കുടിക്കും, നല്ല ചൂടുള്ള ഒരു ചായ കുടിക്കും. എന്തിനാണെന്നറിയാമോ? അന്നേരം കഴിച്ച് ആ ഭക്ഷണം മുഴുവൻ അതേപടി അങ്ങ് കത്തി ദഹിച്ചു പോകാൻ വേണ്ടിയാണ്. അപ്പം ശരീരത്ത് പിടിക്കാനുള്ള ഒരു ചാൻസ് അവർക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ ഞാൻ പറയുന്നേ? ഇതൊക്കെ പിന്നെ വാട്സപ്പിലൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. വാട്സപ്പ് സർവ്വകാര്യങ്ങളും വാട്സപ്പിൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ 2-3 ഗ്രൂപ്പ് ഉണ്ട്, വേണേൽ ഞാൻ ആഡ് ചെയ്യാം. നല്ല രസമാണ്, തമാശയാ, സമയം പോകുന്ന അറിയത്തില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. ഈ വിന്ററിലൊക്കെ ഈ അമേരിക്കക്കാരൊക്കെ സോഡായിക്കകത്ത് ഐസൊക്കെ ഇട്ട് കുടിക്കാറില്ലേ? ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? ഒന്നാമത് വെളിക്ക് നല്ല തണുപ്പാണ്, നല്ല മുട്ടൻ തണുപ്പ്. അതിൻ്റെ കൂടെ ഈ ഐസ് കട്ട എല്ലാം കൂടെ വയറ്റിനകത്തോട്ട് ചെല്ലുമ്പോൾ വയറിനകത്ത് ഫ്രീസ് ആവും, നമ്മുടെ വയറ് ഫ്രീസ് ആവും. ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ. അതാണ് സംഭവം. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നീ എന്നെടുക്കുക, എവിടെയാ? ഞാൻ വിവരങ്ങൾ കിട്ടുമ്പോൾ അറിയിക്കാം. വെയ്ക്കും ഫ്യൂണറലും ഒക്കെ ഞാൻ അറിയിക്കാം കേട്ടോ. ജോലിയിലാ അല്ലേ? ഓക്കെ, സമയം പോലെ വിളിക്കേ. ഗ്രൂപ്പിൽ ആഡ് ചെയ്യണോ? ശരി. അപ്പം ശരി. എന്റെ മനുഷ്യ, നിങ്ങളിപ്പോ ഇത്രയും നേരം ആരോടാ പറഞ്ഞോണ്ടിരുന്നേ? എന്റെ ഫ്രണ്ട് ഗോപി. നിങ്ങൾ എന്തൊക്കെയോ അബദ്ധങ്ങളാ വിളിച്ചു പറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയാവോ? സെബാസ്റ്റ്യൻ മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. സെബാസ്റ്റ്യൻ മരിച്ചതല്ല അബദ്ധം ഞാൻ പറഞ്ഞത്. ചൈനക്കാരുടെ ടീ കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഫാറ്റിന്. മനുഷ്യ, നിങ്ങൾ അത് എന്നാ മനസ്സിലാക്കി? അവര് കുടിക്കുന്ന ഗ്രീൻ ടീ ആണ്, അതിനകത്ത് അതിൻ്റെതായ ഹെർബൽ ചേർത്തിട്ടുണ്ട്. അതായത് അവര് ഫുഡ് കഴിച്ചിട്ട് ഈ ടീയും കൂടെ ചൂടോടെ ടീയും കൂടെ കുടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കാതിരിക്കും. അല്ലാതെ അങ്ങോട്ട് ഉടനെ അങ്ങ് ദഹിച്ചു പോവുകയല്ല ചെയ്യുന്നത്. അല്ല, ഇത് സോഷ്യൽ മീഡിയ മുഴുവനുള്ള കാര്യമാണ്. അത് അല്ലല്ലോ ഞാൻ പറയുന്ന കേക്കെ. അവര് ഈ കഴിക്കുന്ന പറഞ്ഞാൽ ഒത്തിരി കുഴപ്പമുള്ള സാധനമാണ്. അപ്പൊ അവര് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ ഗ്രീൻ ടീ അല്ലേ, അത് കുടിക്കും. അതിന്റെ ആ ചൂട് കൊണ്ടാണ് ഈ പിന്നെ നമ്മൾ ചെയ്ത് നോക്കിയേ. ചൂട് കൊണ്ടൊന്നും അല്ല മനുഷ്യ. അങ്ങനെയാണ് ചൂടുവെള്ളം കുടിക്കുന്ന നമ്മുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ആൾക്കാർക്കൊന്നും വേണമെങ്കിൽ അതല്ല ഇതിന്റെ കാര്യം. അതിനകത്തിരിക്കുന്ന ആ ഹെർബൽ ടീയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഫാറ്റ് ശരീരത്തിൽ പിടിപ്പിക്കാതിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ എത്രയാ? 100 98.6. അപ്പൊ ഞാൻ ക്ലോസ് ആണല്ലോ. 100 അതിന് പനിയെന്ന് അതിനെ വിളിക്കുന്നത്. ഓക്കെ, നീ പറഞ്ഞു വരുന്ന നിങ്ങൾ എന്നാ പറഞ്ഞേ? ഐസ് ഇട്ട് കള്ള് കുടിച്ച ആ ഐസ് എല്ലാം കൂടെ വയറ്റിനകത്ത് ഫ്രീസ് ആകുന്നു. ഐസിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഐസിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എനിക്കറിയില്ല. എന്നാ 33 അത് മെൽറ്റ് ആയിക്കോളും. അല്ല, ഞാൻ പറയട്ടെ, ഈ കള്ളു കുടിക്കുന്ന ആൾക്കാരുടെ വയർ ഇങ്ങനെ കമ്പിച്ചു വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ തന്നെ എന്റെ വയറുണ്ടോ? അതെന്താ സംഭവം? അല്ല, പിന്നെന്താ കാര്യം? നീ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്നതാണ്. ഐസ്
ഇട്ട് കഴിച്ചതുകൊണ്ട് അത് ഫ്രീസ് ആകത്തില്ല. അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 98.6 ആണ്. അത് മെൽറ്റ് ആയി. ഞാൻ അതിന്റെ കാര്യം കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോൾ എവിടെയാണ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുന്നത്? ഒന്നെങ്കിൽ ഫോർഹെഡ് ടച്ച് ചെയ്യും, അല്ലെങ്കിൽ നെഞ്ചത്ത് ടച്ച് ചെയ്ത് നോക്കും. അപ്പോൾ 98.6 ഇവിടെയൊക്കെ ഉള്ളൂ. വയറ്റിലെ 2 സോണാണിത്. നിങ്ങളെ ദൈവമേ, നിങ്ങൾ ഈ കൊച്ചുപിള്ളേരെ കൊണ്ട് ആശുപത്രി പോകുന്ന കണ്ടിട്ടുണ്ടോ? അവരുടെ ടെമ്പറേച്ചർ എവിടെയാണ് എടുക്കുന്നത്? മനുഷ്യ 98.6 എന്നുള്ള ബോഡിയുടെ അകത്തും പുറത്തും എല്ലാം സെയിം ആണ്. എന്ത് പറഞ്ഞാലും ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല. സ്വന്തം വീട്ടുകാർ പോലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ചാച്ചന്റെ ഗതി ഇത് തന്നെ.